PFI കേന്ദ്രങ്ങളിലെ റെയ്ഡിന് പിന്നാലെ കൂടുതൽ പേർ NIAയുടെ നിരീക്ഷണത്തിൽ. NIA ലൂക്കൌട്ട് സർക്കുലറുള്ള പ്രതികൾക്ക് നേരത്തെ ഒളിത്താവളങ്ങൾ ഒരുക്കിയതായി സംശയിക്കുന്നവരെയാണ് നിരീക്ഷണത്തിലുള്ളത്. സംശയനിഴലുള്ളവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NIA. വിവരങ്ങൾ നിഷ ദിലീപാണ് നൽകുന്നത്. നിഷ, ഈ PFI ഭീകരന്മാർ മാത്രമല്ല, PFI പോലെയുള്ള അല്ലെങ്കിൽ SDPI പോലെയുള്ള രാഷ്ട്രവിരുദ്ധ സ്വഭാവമുള്ള സംഘടനകളെ സഹായിക്കുന്നവർ, അത്തരം സംഘടനകളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾ, ഇവരെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ ഈ റെയ്ഡിന് ശേഷം ഇത്തരം ആളുകളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്നതാണോ NIAയുടെ നീക്കം? ഗൗതം, അങ്ങനെ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കറിയാം, ഇനി കേരളത്തിലെ കേസുകളിൽ ഇനി 6 പേർ കൂടി പിടിയിലാകാനുണ്ട്. ശ്രീനിവാസൻ വധക്കേസിൽ അടക്കമുള്ള പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് NIA വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രതികളുടെ വീടുകളടക്കം കഴിഞ്ഞ ദിവസം, അതായത് സംസ്ഥാനത്ത് 9 ഇടങ്ങളിലായിരുന്നു വ്യാപകമായ NIA റെയ്ഡ് നടന്നത്. അങ്ങനെ 9 ഇടങ്ങളിൽ നടന്ന റെയ്ഡിൽ ലഘുലേഖകളും ഡിജിറ്റൽ തെളിവുകളും അടക്കം തന്നെ NIA പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ വിശദമായി തന്നെ പരിശോധിക്കും. മാത്രമല്ല, ഈ പ്രതിപട്ടികയിലുള്ള NIAയുടെ പ്രതിപട്ടികയിലുള്ള 9 പേരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. കാരണം ഈ പ്രതികൾക്കായുള്ള, ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളടക്കം വിദേശത്ത് കടന്നവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള റെയ്ഡുമായി NIA മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പ്രതികൾക്ക് നിരവധി കാലം, അതായത് ഇവർ വിദേശത്തേക്ക് കടക്കുന്നതിന് മുൻപ് ഒരുപാട് കാലം കേരളത്തിൽ തന്നെ കഴിയുകയായിരുന്നു. എങ്ങനെയാണ് ഇത്രയും കാലം ഇവർ കേരളത്തിൽ കഴിഞ്ഞിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതികളെ സഹായിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ തെളിവുകൾ, അതായത് മൊബൈൽ ഫോണുകൾ അടക്കമുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. എന്തായാലും ഈ കൂടുതൽ ആളുകളിലേക്കുള്ള ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. ഈ എറണാകുളത്ത് ഏലൂക്കര, നീറിക്കോട്, എടവനക്കാട്, ഒപ്പം തന്നെ പാലക്കാട്, മേലെ പട്ടാമ്പി, വളാഞ്ചേരി എന്നിവിടങ്ങളിലും റെയ്ഡുകൾ നടന്നിരുന്നു. ഈ കേരളത്തിൽ പിടിയിലാകാനുള്ള 6 പേർ എന്ന് പറയുന്നത് ഇവരാണ്: മുഹമ്മദ് മൻസൂർ, അബ്ദുൽ വഹാബ്, അബ്ദുൽ റഷീദ്, മുഹമ്മദ് യാസർ അറാഫത്ത്, ആയൂബ് TA, മൊയ്തീൻകുട്ടി എന്നിവരാണ് കേരളത്തിൽ PFI കേസുകളിൽ ഇനിയും പിടിയിലാകാനുള്ളത്. എന്തായാലും ഈ പ്രതികൾക്കെല്ലാം സുരക്ഷിതമായ ഒളിത്താവളങ്ങൾ ഒരുക്കിയത് ഈ NIAയുടെ നിരീക്ഷണത്തിലുള്ള ആളുകളാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ നിരീക്ഷണത്തിലുള്ളവരെയും ഒപ്പം തന്നെ സംശയനിഴലിലുള്ളവരെയും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാകും ഇനി ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം മുന്നോട്ട് പോവുക. ഗൗതം.